ഇന്ന് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോവുകയാണ്. പരീക്ഷയ്ക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാം. റെഡിയല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ റോഡ് മാപ്പാണ്. അതായത് ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൃത്യമായി നയിക്കുന്ന ഒരു സാമ്പത്തിക വഴികാട്ടി. ഒരു പ്രത്യേക സമയത്തേക്കുള്ള വരുമാനം എത്ര, ചെലവെത്ര, എന്തൊക്കെയാണ് ക്യാപിറ്റൽ ആവശ്യങ്ങൾ, ഇതെല്ലാം ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ബഡ്ജറ്റിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, അതായത് ഫണ്ടമെന്റൽസ്. പിന്നെ പലതരം ബഡ്ജറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. അതിനുശേഷം പ്രധാനപ്പെട്ട ബഡ്ജറ്റിംഗ് രീതികൾ, ചില അഡ്വാൻസ്ഡ് ബഡ്ജറ്റുകൾ, പിന്നെ ഏറ്റവും അവസാനം നിങ്ങളുടെ JAIB പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്വിക്ക് റിവിഷൻ. ഈ ഒരു ഓർഡറിൽ പോകുമ്പോൾ സിലബസിലെ എല്ലാ പോയിന്റും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ബഡ്ജറ്റിംഗിന്റെ അടിസ്ഥാന തത്വങ്ങൾ. ഏതൊരു വിഷയം പഠിക്കുമ്പോൾ അതിന്റെ ബേസ് സ്ട്രോങ് ആക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരെണ്ണമാണ് ബഡ്ജറ്റും ഫോർകാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് പ്രധാന വ്യത്യാസം? നോക്കൂ, ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൺട്രോളിന് വേണ്ടിയുള്ളതാണ്. അവിടെ കൃത്യമായ ഫിക്സ്ഡ് ടാർഗറ്റുകളുണ്ടാകും. എന്നാൽ ഒരു ഫോർകാസ്റ്റോ അത് പ്ലാനിങ്ങിന് വേണ്ടിയുള്ളതാണ്. അതായത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഊഹം, ഒരു അനുമാനം. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിരിക്കും. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ പ്ലാൻ ചെയ്യൽ മാത്രമല്ല, അതൊരു കൺട്രോൾ മെക്കാനിസം കൂടിയാണ്. ഈ ബഡ്ജറ്ററി കൺട്രോൾ പ്രോസസ്സിന് 4 സ്റ്റെപ്പുകളുണ്ട്. 1. ബഡ്ജറ്റ് തയ്യാറാക്കുക, അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. 2. ആ പ്ലാനുകൾ അങ്ങ് നടപ്പിലാക്കുക. 3. നടന്ന കാര്യവും നമ്മൾ പ്ലാൻ ചെയ്തതും തമ്മിൽ ഒത്തുനോക്കുക, അതായത് യഥാർത്ഥ റിസൾട്ടും ബഡ്ജറ്റും കമ്പയർ ചെയ്യുക. 4. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ വേണ്ട തിരുത്തൽ നടപടികളെടുക്കുക. സിമ്പിൾ. ശരി, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ബഡ്ജറ്റുകളെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇത് എക്സാമിന് സ്ഥിരം വരുന്ന ഒരു ഏരിയയാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കാം. ഈ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കിയാൽ പിന്നെ കൺഫ്യൂഷനേ ഉണ്ടാകില്ല. പ്രധാനമായും 4 രീതിയിലാണ് ബഡ്ജറ്റുകളെ നമ്മൾ വർഗീകരിക്കുന്നത്. ഏതൊക്കെയാണെന്നല്ലേ? ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, ബേസ്ഡ് ഓൺ കപ്പാസിറ്റി, ബേസ്ഡ് ഓൺ കണ്ടീഷൻസ്, പിന്നെ ബേസ്ഡ് ഓൺ ടൈം പീരീഡ്. ഈ 4 ഹെഡിങ്ങുകൾ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓരോന്നിന്റെയും കീഴിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇതിൽ ബേസ്ഡ് ഓൺ കപ്പാസിറ്റി എന്ന കാറ്റഗറി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലാണ് ഫിക്സ്ഡ് ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നിവ വരുന്നത്. ഒരു ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ലെവല് കൂടിയാലും കുറഞ്ഞാലും അതിന് ഒരു മാറ്റവും വരില്ല, അത് ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റോ, അത് നമ്മുടെ പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. സത്യം പറഞ്ഞാൽ ഇതാണ് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച്. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് ആണ്. ഇവിടെ 2 ടൈപ്പ് ഉണ്ട്, ബേസിക് ബഡ്ജറ്റും കറന്റ് ബഡ്ജറ്റും. ഒരു ബേസിക് ബഡ്ജറ്റ് സാധാരണയായി ദീർഘകാലത്തേക്കുള്ള പ്ലാനിങ്ങിനാണ് ഉപയോഗിക്കുക. എന്നാൽ കറന്റ് ബഡ്ജറ്റ് ഹ്രസ്വകാലത്തേക്ക്, അതായത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാത്രം വെച്ച് തയ്യാറാക്കുന്ന ഒന്നാണ്. അവസാനത്തെ വർഗീകരണം സമയത്തെ അടിസ്ഥാനമാക്കിയാണ്, ബേസ്ഡ് ഓൺ ടൈം പീരീഡ്. ഷോർട്ട് ടേം ബഡ്ജറ്റുകൾ 1 വർഷം വരെയുള്ള പ്ലാനുകളാണ്. ഇവ നല്ല ഡീറ്റെയിൽഡ് ആയിരിക്കും. ലോങ് ടേം ബഡ്ജറ്റുകൾ 1 വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്കുള്ളതാണ്. ഇതിൽ അത്രയ്ക്ക് ഡീറ്റെയിൽസ് കാണില്ല, പക്ഷേ ദീർഘകാല കാഴ്ചപ്പാടിന് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ബഡ്ജറ്റുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണ് ഒരുമിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. ബഡ്ജറ്റിംഗ് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഇവിടെയാണ് ഫങ്ഷണൽ ബഡ്ജറ്റ്സ് എന്ന ആശയം വരുന്നത്. പേര് പോലെ തന്നെ ഓരോ ഫംഗ്ഷനും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ ബഡ്ജറ്റ് തയ്യാറാക്കും. ഉദാഹരണത്തിന് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കും. ഇതുപോലെ ക്യാഷ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു ഫങ്ഷണൽ ബഡ്ജറ്റുകളെയെല്ലാം ഒരുമിപ്പിക്കുമ്പോൾ എന്ത് കിട്ടും? അതാണ് മാസ്റ്റർ ബഡ്ജറ്റ്. ഒരു സ്ഥാപനത്തിലെ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റുകളും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ വലിയ ചിത്രം, ആ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ പിക്ചർ, അതാണ് മാസ്റ്റർ ബഡ്ജറ്റ്. ഒരു പസിലിന്റെ എല്ലാ കഷണങ്ങളും യോജിപ്പിക്കുന്നത് പോലെ. ഓക്കെ, ഇതുവരെ നമ്മൾ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ബഡ്ജറ്റുകളെക്കുറിച്ച് നോക്കാം. ഇന്നത്തെ കാലത്തെ ബാങ്കിങ്ങിലും പരീക്ഷയ്ക്കും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യത്തെ ആളാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ ZBB എന്ന് പറയും. ആ പേര് പറയുന്നത് പോലെ തന്നെയാണ് സംഭവം. എല്ലാം തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് എടുത്ത് അതിൽ കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പരിപാടിയല്ല ഇത്. ഇവിടെ ഓരോ ചെലവും, എന്തിനാണ് ഈ ചെലവ് എന്ന് ഓരോ തവണയും പുതുതായി ന്യായീകരിക്കണം.
ഫ്രഷായിട്ട് എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുന്ന ഒരു രീതി. അപ്പോൾ എന്തൊക്കെയാണ് ഈ ZBBയുടെ പ്രധാന പ്രത്യേകതകൾ? 1. പഴയ കണക്കുകൾക്ക് യാതൊരു റെഫറൻസുമില്ല. 2. എല്ലാ ലക്ഷ്യങ്ങളും ഫ്രഷായിട്ട് ഒന്നുകൂടി പരിശോധിക്കും. 3. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ആവശ്യമില്ലാത്ത കാലഹരണപ്പെട്ട ചെലവുകളൊക്കെ ഒഴിവാക്കാൻ ഇത് ബെസ്റ്റാണ്. CMR ലണ്ടൻ നൽകിയ ZBBയുടെ ഒഫീഷ്യൽ ഡെഫിനിഷൻ ഇതാണ്: ഓരോ തവണ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോഴും എല്ലാ പ്രവർത്തനങ്ങളെയും പുനർമൂല്യനിർണ്ണയം ചെയ്യുന്ന ഒരു രീതി. ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷനുകൾ ഒന്ന് ഓർത്തുവെക്കുന്നത് പരീക്ഷയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. വേറെ 2 അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകൾ കൂടിയുണ്ട്. 1. പ്രോഗ്രാം ബഡ്ജറ്റിംഗ്. ഇത് ചില പ്രത്യേക പ്രോജക്റ്റുകളിലോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലോ മാത്രം ഫോക്കസ് ചെയ്യുന്നു. 2. പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ഇത് നമ്മൾ മുടക്കുന്ന പണത്തിന് എന്ത് ഫലം കിട്ടി, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ താരതമ്യം ചെയ്യും. ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് ഏജൻസികളാണ്. ശരി, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാം. ഇതൊരു ഫൈനൽ ചെക്ക് ലിസ്റ്റായിട്ട് കൂട്ടിക്കോളൂ. അപ്പോൾ ഒരു ഫൈനൽ റിവ്യൂവിന് തയ്യാറല്ലേ? പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉറപ്പായും ഓർമ്മയിൽ വെക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? നമുക്കൊന്ന് നോക്കാം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ മറക്കരുത്. ബഡ്ജറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, ബഡ്ജറ്റും ഫോർകാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, ആ 4 ക്ലാസിഫിക്കേഷനുകൾ, എന്താണ് മാസ്റ്റർ ബഡ്ജറ്റ്, ഫിക്സഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റുകളുടെ വ്യത്യാസം, പിന്നെ ZBB. ഓരോ ബഡ്ജറ്റും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പലതരം ബഡ്ജറ്റുകൾ എന്താണെന്നും എന്തിനാണെന്നും നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനിയൊരു നിമിഷം ആലോചിച്ച് നോക്കൂ. ഒരു ബാങ്ക് തെറ്റായ ഒരു ബഡ്ജറ്റിംഗ് രീതി തിരഞ്ഞെടുത്താൽ അതവരുടെ വാർഷിക പ്രകടനത്തെ എത്രത്തോളം മോശമായി ബാധിക്കാം? ഈ ചോദ്യം നിങ്ങളുടെ ചിന്തയെ ഉത്തേജിപ്പിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് എല്ലാവിധ ആശംസകളും.